നീ ജോലിക്ക് പോയിരുന്നപ്പോഴും ഈ വീട്ടിലെ കാര്യങ്ങൾ നീ കൃത്യമായി നോക്കാറുണ്ടായിരുന്നു. എനിക്കോ അമ്മയ്ക്കോ അതിലൊരു പരാതി ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനമല്ല, എനിക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം. മഹിമയെ രക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ മുഴുവൻ ശ്രദ്ധയും ഞാൻ എന്റെ കുടുംബത്തിന് കൊടുക്കും. ഇനി ഒരു പുതിയ അംഗം കൂടി വരാൻ പോവല്ലേ. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ പിന്തുണയ്ക്കും. അപ്പോ ഇനി കുറച്ചു നാളത്തേക്ക് ഈ പാദസര ഊരി വെക്കേണ്ടി വരുമല്ലേ? അയ്യേ, നീ എന്തിനാ ഇതിനൊക്കെ ഫീൽ ചെയ്യുന്നേ? നീ ചെയ്യാനുള്ള ജോലി ചെയ്യാം. ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. നിനക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ആ, സ്വപ്നേ, ദാ നിനക്കുള്ള ഫോണാണ്. സംസാരിച്ചിട്ട് ഫോണിങ് തിരിച്ചു തരണേ. ഹലോ. ആ ഹലോ നാത്തൂനെ, നിനക്കവിടെ സുഖം തന്നെയല്ലേ? എന്ത് ചോദ്യമാണല്ലേ. മഹിമ നിനക്ക് നല്ല പണി തരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അച്ഛനും സഞ്ജുവും നിന്നെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. ആ പിന്നെ അച്ഛൻ എന്നോട് ഭാഷയിൽ പറഞ്ഞിരുന്നു, മഹിമയെ ജയിലിൽ വെച്ച് തീർത്ത അച്ഛന്റെ കസേരയിൽ എന്നെ ഇരുത്താന്ന്. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി, മഹിമയെ തീർത്താൻ നീ രക്ഷപ്പെടുവല്ലോ. നീ ഉള്ളിടത്തോളം കാലം എനിക്ക് വീട്ടില് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ആ നീ കൂടെ ഇല്ലെങ്കിൽ സഞ്ജുവിനെ എനിക്ക് പുഷ്പം പോലെ ഡീൽ ചെയ്യാം. അതുകൊണ്ട് ഈ അവസ്ഥയില് എനിക്ക് മഹിമയേക്കാൾ ദോഷം നിന്നെ കൊണ്ടാ. അതുകൊണ്ട് മഹിമയെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചു. അതുകൊള്ളാം. നിന്റെ കഴിവുകേടിനെ മറയ്ക്കാൻ നീ വെറുതെ എന്നെ ഒരു കാരണമൊക്കെ കാണിച്ചാ മതി. നിന്നെ കൊണ്ട് മഹിമയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാ ഞാൻ വാശി കേറി മഹിമയെ തട്ടൂന്നാണോ നീ കരുതിയത്? ഞാൻ സഞ്ജു അല്ല മോളെ. നീ ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിനക്ക് ഈ അടുത്ത കാലത്തൊന്നും ജാമ്യം കിട്ടില്ല. മിക്കവാറും നീ പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ കമ്പനിയുടെ തലപ്പത്ത് ഞാൻ ഇരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവും. എന്നാ വെക്കട്ടെ നാത്തൂനെ. അപ്പോ എന്നോടൊരു തുറന്ന യുദ്ധത്തിന് തന്നെയാ നിന്റെ തീരുമാനം അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലമ്മേ. പിന്നെന്തിനാ രാജിവെക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും ഈ യൂണിഫോം ഇട്ടത്? ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? അല്ല, എനിക്ക് ഈ ജോലിയിൽ തുടരാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്ത ചില തെറ്റുകൾ എനിക്ക് തിരുത്തണം. അത് ചെയ്യാതെ ഞാൻ രാജിവെച്ചാ അതിന്റെ നാണക്കേട് എന്റെ അച്ഛനായിരിക്കും. എന്തു പറഞ്ഞാലും ഒരച്ഛൻ. അമ്മ എന്തിനാ അവളെ നിരുത്സാഹപ്പെടുത്തുന്നത്? അമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെ അവൾ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചല്ലേ. അതിനു മുമ്പ് അവൾക്ക് മഹിമയെ പുറത്തിറക്കണമെന്നുണ്ട്. ഏതൊരു ചേച്ചിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് മഞ്ജു കാരണം മഹിമ അറസ്റ്റിലായതുകൊണ്ട്. അതിന് ഇവള് തന്നെ അന്വേഷണം നടത്തണമെന്നുണ്ടോ? ഇവൾ അന്വേഷിച്ചതിന്റെ ഗുണമൊക്കെ നമ്മൾ കണ്ടതല്ലേ. ആദ്യം നിന്നെ പിടിച്ചകത്തിട്ടു, പിന്നെ മഹിമയെ. രണ്ടുപേരും കുറ്റക്കാരല്ലെന്ന് ഉറപ്പാ. ഇനി അന്വേഷണം നടത്തി മറ്റേതെങ്കിലും നിരപരാധികളെ ജയിലിലടയ്ക്കാനുള്ള പരിപാടിയാണോ? ഇനി അടുത്ത തവണ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാ? എന്നെയാണോ? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അറിഞ്ഞിരിക്കണല്ലോ. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിയോ കഴിവോ ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അവരെക്കാളൊക്കെ ഈ കേസ് തെളിയിക്കാനുള്ള ആവേശം എനിക്കുണ്ടാവും.
കാരണം എനിക്ക് എൻ്റെ അനിയത്തെ രക്ഷിച്ചേ പറ്റൂ. ചെയ്യാത്ത കുറ്റത്തിന് അവൾ ജയിലിൽ കിടക്കാൻ പാടില്ല. എന്റെ മകളും ചെയ്യാത്ത കുറ്റത്തിനാ ജയിലിൽ കിടക്കുന്നത്. അവളെ എവിടെ എത്തിച്ചത് നീയാ. അതിനുള്ള ദേഷ്യം ഞാൻ നിന്നോട് തീർക്കട്ടെ. നിന്നോട് ഞാൻ പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്റെ പേരക്കുട്ടിയെ നീ ചുമക്കുന്നത് കൊണ്ട് മാത്രം. അതും കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നീയൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് അമ്മയോട് ബഹുമാനമുള്ളത്, പേടിയല്ല. അതുകൊണ്ട് ഭീഷണി വേണ്ട. സ്വപ്നയെ അറസ്റ്റ് ചെയ്തത് ചെയ്യാത്ത കുറ്റത്തിനായിരിക്കാം. പക്ഷേ അവൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അവൾ അനുഭവിക്കുന്നത്. മഞ്ജു പോട്ടമ്മേ. എങ്കിൽ പിന്നെ നാട്ടുകാർക്ക് അയച്ചു കൊടുക്കണ്ട, മഞ്ജുവിന് അയച്ചു കൊടുക്കട്ടെ. അറിയാതെ ഞാൻ ആ ഫോട്ടോസ് മഞ്ജുവിന് അയച്ചു പോയെന്ന് വരും. ഞാനെന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്തു വേണമെങ്കിലും അയക്കോ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിന്റെ ഡ്യൂട്ടി കാരണം എന്റെ പേരക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ വീട്ടിൽ നീയോ ഞാനോ ആരെങ്കിലും ഒരാൾ മാത്രമേ ഉണ്ടാകൂ. നീ വെറുതെ വിഷമിക്കണ്ട. അമ്മ കുഞ്ഞിനോടുള്ള കരുതൽ കാരണം പറഞ്ഞത്. പിന്നെ സ്വപ്ന ജയിലിൽ കഴിയുന്നതിന്റെ ദേഷ്യം ഉണ്ടാവും. മഞ്ജു മുഴുവൻ ശ്രദ്ധയും കേസന്വേഷണത്തിന് വേണ്ടി മാറ്റിവെക്കണം. മഹിമ നിരപരാധിയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്റെ അച്ഛന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ മഞ്ജുവിനെ കഴിയൂ. നീ പോയിട്ടോ. ഇനി ഗിരിയേട്ടന്റെ എന്റെ ഇടയിൽ ഒരു കട്ടുറുമ്പായി മഞ്ജു ഉണ്ടാവില്ല. എന്താ? ഒന്നുമില്ല.